ഒരു 15 lakhs rupees താഴെ നിങ്ങൾക്ക് ഒരു ക്രെറ്റ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അത് വർത്താണോ? സൺ റൂഫ് ഇല്ലാണ്ട് പോലും നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2 lakhs അടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു. ഇത് കണ്ടാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ വേരിയന്റ് ആണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സംഭവം അത് ചെയ്തു. സ്റ്റിയറിംഗ് കൺട്രോൾസ് ചെയ്തോ? സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം ചെയ്തു. ഇനിഷ്യലി നമ്മൾ വണ്ടി എടുത്തേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ എന്ത് പ്ലാൻ ചെയ്താലും നടക്കൂല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. നമ്മളിന്ന് ഹ്യുണ്ടായി ക്രെറ്റയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ റീസെൻ്റ്ലി ഇതിൻ്റെ ഇലക്ട്രിക് വേർഷൻ്റെ വീഡിയോ ചെയ്തിരുന്നു. യൂസർ എക്സ്പീരിയൻസ് ഒക്കെ വഴിയെ കൊണ്ടുവരാം. ഏതായാലും ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്തത്. നമ്മൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ കൊണ്ടുവന്നു. ഹ്യുണ്ടായി ക്രെറ്റ എൻലൈൻ്റെ റിവ്യൂ കൊണ്ടുവന്നു. എൻലൈൻ്റെ ഒരു നല്ലൊരു റിവ്യൂ തന്നെ നമ്മളന്ന് ചെയ്യാൻ പറ്റി. അതിനുശേഷം നോർമൽ ക്രെറ്റാസിൻ്റെ ഒരു റിവ്യൂയുടെ ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമുക്ക് കുറേ ഡീറ്റെയിൽസ് ചോദിക്കാം. 2024 കൊണ്ടുവന്ന ക്രെറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് ഈ കിടക്കുന്നത്. ലുക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള ക്രെറ്റാസിൽ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഹെഡും ടെയിലും ഒക്കെ ഈ ക്രെറ്റയുടെ ആണെന്ന് പേഴ്സണൽ പ്രിഫറൻസ് വെച്ചിട്ട് എനിക്ക് ഇത് ചൂസ് ചെയ്യാനായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ ഒരു സെഗ്മെൻറ്റ് കാസിൽ. ഏതായാലും ലുക്ക് വൈസ് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് തോന്നുന്നു. ഇതിൽ ബാക്കി കാര്യങ്ങൾ, ഇതിൻ്റെ ബാക്കി ഡെയിലി യൂസ് പർപ്പസിൽ എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ യാത്രാസുഖം എങ്ങനെയുണ്ട്, സസ്പെൻഷൻ വൈസ് എങ്ങനെയുണ്ട്, ഡ്രൈവിംഗ് കംഫർട്ട് എങ്ങനെയുണ്ട്, ഇൻറ്റീരിയർ ഫീൽ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം എല്ലാം നമ്മൾ ചോദിക്കുന്നുണ്ട്. കൂടാതെ ഇതൊരു ബേസ് വേരിയൻറ്റോടാണ്. ഒരു 15 lakhs rupees താഴെ നിങ്ങൾക്കൊരു ക്രെറ്റ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അത് വർത്താണോ, അതിനെ എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിലേക്ക് സ്വാഗതം. യൂസർ ഒരു വണ്ടിപ്രാന്തനാണ്, അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാം. സോ നമ്മുടെ ക്രെറ്റയുടെ യൂസർ ഇതാണ്. ബ്രോ, എന്ത് വിശേഷങ്ങൾ? വെൽക്കം ടു അവർ ചാനൽ. വിശേഷങ്ങളൊക്കെ നന്നായിട്ടിരിക്കുന്നു. സോ നമ്മൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നു. ബ്രോ ഒന്ന് പരിചയപ്പെടുത്തിക്കോ ആദ്യം യൂസേഴ്സിന്. സോ മൈസെൽഫ് അഭിനവ്, ഫ്രണ്ട്സും പിന്നെ പരിചയമുള്ളവരെല്ലാവരും അഭിന്ന് വിളിക്കുന്നത്. സോ ഞങ്ങൾ 2016 തൊട്ട് റിന്യൂവബിൾ എനർജി ഇൻഡസ്ട്രിയിലുള്ളതാണ്. ബേസിക്കലി സോളാർ. സോ സൂര്യപ്രഭ സോളാർ എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. സോ ഓൾമോസ്റ്റ് 950 കമ്പനീസിൽ കേരളത്തിൽ നമ്മൾ ടോപ്പ് 10 റാങ്കിങ്ങിലുണ്ട്. ഓ ശരി. സോ സോളാർ യൂസസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ബ്രോ. റൈറ്റ്. ഓക്കെ. അപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള ഓട്ടങ്ങളാണോ? അതിനൊക്കെ ഒത്തിരി ഓട്ടം വേണ്ടി വരില്ലേ? റൈറ്റ്. അപ്പോൾ ഒരു EV-യിലോട്ടല്ലേ പോകണ്ടേ? എന്തുകൊണ്ട് ക്രെറ്റയിലോട്ട് വന്നു? അല്ലെങ്കിൽ കൂടുതലും ലോക്കൽ യൂസുകൾ കുറേ കാണും, അങ്ങനെയുള്ള കുറേ പർപ്പസ് കാണും. അപ്പം ക്രെറ്റയിലോട്ട് വന്നതിൻ്റെ ഒരു യെസ്, ബേസിക്കലി ഞാനൊരു EV ആണ് പ്ലാൻ ചെയ്തത്. സോ ബാക്കിൽ നമ്മുടെ ഒരു EV ഉണ്ട്. നമുക്ക് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ടാറ്റ പഞ്ചാണ്. റീസെന്റ് എടുത്ത വണ്ടി തന്നെയാണ്. സോ അത് ഓൾമോസ്റ്റ് ഒരു 300-350 റേഞ്ചാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു ബിസിനസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രാഞ്ചൈസി മോഡൽ അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയിലാണ് നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ട്രിവാൻഡ്രം, കാലിക്കറ്റ്, പിന്നെ പാലക്കാട്, ഈ 4 ഡിസ്ട്രിക്ട്സിലോട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ ഒരു ഡെയിലി റൺ ഈ ഒരു 25 ഞങ്ങൾ ആ രീതിയിൽ കുറച്ച് റഷ് അല്ലെങ്കിൽ ഒരു ഹസ്ലിംഗ് മോഡിലാണ് നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് ജേർണി കൊണ്ടുപോകാൻ നോക്കുന്നത്. സോ അതുകൊണ്ട് കുറച്ച് റഷ് ഉള്ളതുകൊണ്ട് ഐത്തോട്ട് ലൈക്ക് നമുക്കൊരു ഡീസൽ വണ്ടി എന്തായാലും ഒരു ബാക്കപ്പിന് വേണം, അലോങ് വിത്ത് EV എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ക്രെറ്റ എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ക്രെറ്റ ഡീസൽ ആണ് എടുത്തിരിക്കുന്നത്. സോ ഇത് എടുത്തിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഞാൻ ആക്ച്വലി ഡിസംബർ ഫസ്റ്റ് വീക്ക്, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 മാസമായി. 1.5 മാസമേ ആയുള്ളൂ. അതെ. എടുത്തിട്ട് കിലോമീറ്ററായി? 6000 കിലോമീറ്റർ 1.5 മാസം ഉണ്ട്. അതിന്റെ കൂടെ ഒരു EV ഉണ്ട്, EV ഉപയോഗിക്കുന്നുണ്ട്. അത് എത്ര കിലോമീറ്റർ ആയി കാണും? അത് ഹാർഡ്ലി 1000. പുതിയ വണ്ടിയാണ്. ഓക്കെ. സോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കറിയണം. ഇതിനകത്ത് വേറെ വണ്ടികളൊന്നും നോക്കിയില്ല ക്രെറ്റയിലോട്ട് വരുന്നതിന്? ഞാൻ ആക്ച്വലി SUV സെഗ്മെന്റിൽ കുറേ അധികം വെഹിക്കിൾസ് നോക്കിയായിരുന്നു. അപ്പോൾ കൂടുതൽ ഞാൻ അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ക്രെറ്റയും സെൽറ്റോസും തന്നെയായിരുന്നു. കാരണം മിക്ക ആൾക്കാരും എല്ലാ വണ്ടികളും നോക്കിയിട്ട് ചെന്നെത്തുന്ന ഈ 2 ഓപ്ഷനിലോട്ടായിരിക്കും. പിന്നെ ക്രെറ്റയെ കുറിച്ച് ആലോചിക്കുന്ന എൻ്റെ ഒരു ക്ലോസ് ഗൈ ഉണ്ട്, ഷാബു എന്ന പുള്ളിയുടെ പേര്. ആ പുള്ളി ഏകദേശം 2018 തൊട്ട് നമ്മുടെ ഫസ്റ്റ് വേർഷൻ വണ്ടിയില്ലേ, 18 തൊട്ട് പുള്ളി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1.35 lakhs കിലോമീറ്റർ ആയത്. മേജർ തിങ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആകെ ഒരു 10,000 കിലോമീറ്റർ വരും, ആകെ ഒരു 10,000 രൂപയുടെ സർവീസ് കോസ്റ്റ്, ലെസ് ദാൻ 10,000 rupees സർവീസ് കോസ്റ്റും. ഇതുവരെ ആ വണ്ടിയുടെ സസ്പെൻഷനോ വേറെ ഒരു ഇന്റേണൽ പാർട്സും മാറിയിട്ടില്ല. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രൂവൺ വണ്ടി തന്നെയാണ് ക്രെറ്റ. അപ്പോൾ അതിനോടൊരു പാഷനും, പിന്നെ 2017 തൊട്ട് ഞാനും ആ വണ്ടിയിൽ ഡെയിലി ഡ്രൈവർ ആണ്. ഞാനും ട്രാവൽ ചെയ്യാറുണ്ട്, ബിസിനസ് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ സ്ഥിരം കാണുന്ന വണ്ടിയാണ്.
അപ്പോൾ ഇത്ര ട്രസ്റ്റ് വർത്തി വണ്ടി ആയതുകൊണ്ട് ആയതുകൊണ്ട് ലൈക്ക് സെൽറ്റോസിനെ കണ്ട് എന്തുകൊണ്ടും ബെറ്റർ കറക്റ്റാന്ന് തോന്നി എനിക്ക്. പിന്നെ എനിക്ക് പ്രൈസിങ് ആണെങ്കിലും അത്യാവശ്യം പുതിയ വേർഷൻ വണ്ടി വന്നപ്പോൾ അതിലുണ്ടായ മാറ്റങ്ങളെല്ലാം ബിക്കോസ് എനിക്ക് ഇതിന് മുമ്പുണ്ടായ വേർഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല, കുറച്ച് ബൾജ് വേർഷനായിരുന്നു. ഇതിൽ കുറച്ചും കൂടി സ്പോർട്ടി കട്ട്സും ഡിസൈൻസും വന്നുകൊണ്ട് ആയതുകൊണ്ട് ലൈക്ക് പുതിയ കറക്റ്റ് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. ഇതെടുത്തു. അപ്പം സോ ഇത് ഡീസലിന്റെ സ്റ്റാർട്ടിംഗ് മോഡലാണോ? ബേസ് മോഡൽ. എനിക്ക് ആക്ച്വലി ഒരു മാനുവൽ ആയിരുന്നു എനിക്ക് താല്പര്യം, ബിക്കോസ് ലോങ് ഡ്രൈവ്സിലൊക്കെ എനിക്ക് കുറച്ചുകൂടി മാനുവൽ ഒരു അത്യാവശ്യം ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ എനിക്കൊരു റിക്വയർമെന്റ് ഉണ്ടായത് സൺറൂഫാണ്. ഞാൻ സൺറൂഫ് ഓപ്ഷനിലോട്ട് പോകുമ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ഏകദേശം ഒരു 18 to 19 lakhs ആണ് അവർ കോസ്റ്റ് പറഞ്ഞത്. യെസ്. അപ്പോൾ ഈ സെയിം ക്രെറ്റയ്ക്ക് ഏകദേശം ഒരു 4 lakhs വ്യത്യാസം വരുമ്പോൾ ലൈക്ക് എന്തിനാണ് അതിന്റെ ആവശ്യം? അപ്പോൾ അവിടുത്തെ എക്സിക്യൂട്ടീവ്സ് തന്നെ നമ്മളോട് പറഞ്ഞു, സർ ബേസ് വേരിയന്റ് എടുത്താൽ മതി, ബിക്കോസ് ബാക്കി എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ലീഗൽ അല്ലെങ്കിൽ വെരി പ്രൊഫഷണലി ക്വാളിറ്റി വൈസ് തന്നെ നമുക്ക് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ ബേസ് വേരിയന്റ് തന്നെ ചൂസ് ചെയ്തത്. സോ അപ്പോൾ ഇതിന് ഓൺ റോഡ് എത്രയായി? നമുക്ക് 15.4 lakhs ആണ് പറഞ്ഞത്. പിന്നെ അത്യാവശ്യം ഡിസ്കൗണ്ട്സും കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു 15.2 lakhs നമുക്ക് ഓൺ റോഡ് പ്രൈസിൽ കിട്ടി. 15 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു SUV ആണെങ്കിലും നമ്മുടെ നാട്ടിലെ SUV തന്നെയാണ്. തീർച്ചയായിട്ടും അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി. ഇത് കണ്ടു കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് ആണെന്ന് ഒരിക്കലും പറയില്ല, കാരണം കുറെ പെയിന്റിങ്സും അലോയ്സും കുറെ മോഡിഫിക്കേഷൻസും എല്ലാം വരുത്തിയിട്ടുണ്ട്. സോ സൺറൂഫ് മാത്രമായിരുന്നു ഒരു മിസ് ചെയ്യുന്ന ഒരു ഫീച്ചർ. ആ ഫീച്ചറിന് വേണ്ടി 4 ലക്ഷം എക്സ്ട്രാ മുടക്കേണ്ടി തോന്നിയില്ല. അതുകൊണ്ട് ഇതിൽ വന്ന് ബട്ട് ബിക്കോസ് സൺറൂഫ് ഇല്ലാണ്ട് പോലും നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2 lakhs അടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു വണ്ടി ഇറക്കിയൊക്കെ തന്നെ. ബിക്കോസ് അലോയ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് എസ്തെറ്റിക്കലി ഭയങ്കര നല്ല രീതിയിൽ ഇരിക്കണം. ഇപ്പോൾ മോർണിംഗ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല കാറൊന്ന് കഴുകിയിട്ട് കുഴപ്പമില്ല, വലിയ രീതിയിൽ വീഡിയോയിൽ കാണില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ക്ലോസ് കൊണ്ടുവന്നാലേ ബ്ലാക്ക് കളർ അല്ലേ, അതിന്റെ ബ്ലാക്ക് കളർ തന്നെ മതി എന്ന് വെച്ചെടുത്താണോ അതോ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്? ബ്ലാക്കിന് ഭയങ്കര ഒരു ഭംഗി, ബിക്കോസ് ഞാൻ വൈറ്റ് നോക്കി ബാക്കി എല്ലാ കളേഴ്സ് നോക്കി, പക്ഷെ ബ്ലാക്കിന്റെ ഒരു സാറ്റിസ്ഫൈങ് ഒരു എസ്തെറ്റിക് ലുക്ക് നമുക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈങ് ആണ്. സോ അതുകൊണ്ട് ബ്ലാക്ക് തന്നെ എടുത്തു. പിന്നെ നമ്മൾ മേജറായിട്ട് ചെയ്ത് ഈ ഒരു ഇതൊക്കെ ഫൈബർ അതായിരുന്നു ഈ പാർട്സ് എല്ലാം. പിന്നെ ഫ്രണ്ടിലും കുറെ ഫൈബർ പാർട്സ് ഉണ്ടായി. അപ്പൊ അതെല്ലാം നമ്മൾ സിംഗിൾ കളർ ബോഡി കളറിലോട്ട് മാറ്റി. പിന്നെ അവിടെ ഒരു ഇത് വരുന്നുണ്ട്, ഒരു റൂഫിന്റെ അവിടെ വരുന്ന അത് സിൽവർ ആയിരുന്നു, അതെല്ലാം ബ്ലാക്കിലോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ എവിടെ നോക്കിയാലും ബ്ലാക്ക് മാത്രം കാണാം. ആ റിക്വയർമെന്റ് ആയിരുന്നു എനിക്ക്. ഈവൻ മഡ് ഫ്ലാപ്പ് വരെ നമ്മൾ ബ്ലാക്ക് ആക്കി, എല്ലാം ബ്ലാക്ക് ആക്കി. സോ പെയിന്റിംഗ് എല്ലാം പുറത്താ ചെയ്തത്. അപ്പൊ ഇതെല്ലാം കൂടെ ബ്ലാക്ക് ആക്കാൻ എത്ര കോസ്റ്റ് ആയിട്ട്? നമുക്ക് ഓൾമോസ്റ്റ് ഒരു 30,000 പ്ലസ് ടാക്സ് ആയി. അത്യാവശ്യം പ്രൊഫഷണൽ രീതി തന്നെ ചെയ്തു നമ്മളെ. അതുകൊണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നില്ല. റൈറ്റ്. ബിക്കോസ് നമ്മൾ ഒരു ഇനിഷ്യലി നമ്മൾ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, പിന്നെ എന്ത് പ്ലാൻ ചെയ്താലും നടക്കൂല. അപ്പോൾ ഇനിഷ്യലി തന്നെ ഞാൻ ആക്ച്വലി വണ്ടി ഇറങ്ങിയിട്ട് എൻ്റെ ഒരു ഈവൻ നമ്മുടെ സെറാമിക് ചെയ്യാൻ പോലും സെറാമിക് ബോറോഫിന് ചെയ്തു. ഓൾമോസ്റ്റ് 10 days കഴിഞ്ഞിട്ട് എൻ്റെ വണ്ടി കിട്ടുന്നത്. ബിക്കോസ് ഇത് തന്നെ എല്ലാ പാർട്സും അവർ അഴിച്ച് നല്ല നീറ്റായിട്ട് ചെയ്തു. വണ്ടിയിൽ വെച്ചല്ല ചെയ്ത്, എല്ലാ പാർട്സും അഴിച്ച് ഒരു ഓൾമോസ്റ്റ് അതിന് തന്നെ ഒരു 5 to 6 days എടുത്തു. പിന്നെ 3 days സെറാമിക് എടുത്തു. പിന്നെ എല്ലാം കൂടി കഴിഞ്ഞ് ഞാൻ ഒരു ട്രാവലിലായിരുന്നു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇറക്കി കഴിഞ്ഞിട്ട് ആകെ ഒരു ദിവസം എൻ്റെ വണ്ടി ഉണ്ടായുള്ളൂ. പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് വണ്ടി കാണുന്നത്. അപ്പോൾ അത്രയും നാൾ കൊണ്ട് സെറാമിക്കും പെയിന്റിങ്ങും എല്ലാം ചെയ്തു. സെറാമിക്കിന് വേറെ കോസ്റ്റ് അല്ലേ? സെറാമിക് വേറെ കോസ്റ്റ്. ബോറോഫിൻ നമ്മൾ 2 years ചെയ്യുന്നു. ഓൾമോസ്റ്റ് അതിനൊരു 20,000 20-25. ബ്ലാക്ക് കളർ എടുക്കുന്നവർക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ ഒക്കെ ചെയ്യുന്നത് എന്തായാലും നല്ലതായിരിക്കും അല്ലേ? ബിക്കോസ് ഞാൻ ആക്ച്വലി 2 days 3 days കൊണ്ട് കഴുകിക്കൊണ്ടിരുന്നതാണ്. സോ അത് കഴിഞ്ഞ് പിന്നെ ലൈക്ക് ജസ്റ്റ് ഒരു വാഷ് ചെയ്താൽ മതി, വെള്ളം ഒന്ന് ഒഴിച്ചു വിട്ട് കഴിഞ്ഞാൽ വണ്ടി ക്ലീൻ ആയി. അധികം പിന്നെ കൊച്ചിയിൽ അറിയാലോ ഭയങ്കര ഡസ്റ്റും കാര്യങ്ങളും പലരുടെയും ഭാഗത്തൊക്കെ മെട്രോന്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ആ പെയിന്റ് വർക്ക്സ് എല്ലാം തീർത്തു. പിന്നെ ഒരു അലോയ്സ് ആഡ് ചെയ്തു. അത് അലോയ്സ് എങ്ങനെയുണ്ട്? നല്ല മാച്ചിങ് ആണ്, നല്ല ഇഷ്ടമുള്ള ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സോ ഇത് ഒരു 30,000-40,000 റേഞ്ച്. ടയേഴ്സ് മാറിയിട്ടില്ല? ഇല്ല, ടയർ 16 തന്നെയാണ്. 17 ആണ് ഫുൾ ഓപ്ഷനിൽ വരുന്നത്. സോ ഐ തോട്ട് ലൈക്ക് ഓക്കെയാണ്. പിന്നെ ബഡ്ജറ്റ് നോക്കണമല്ലോ. അതെ. ഓക്കെ. സോ ഇതിൽ മറ്റ് കുറച്ച് വ്യത്യാസങ്ങളോട് വരുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇന്റീരിയറിൽ ചെന്നിട്ട് ചോദിക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഒരു വണ്ടിയെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാം. സോ ഡീസൽ ക്രെറ്റ എടുത്തു, എങ്ങനെ തോന്നി ഇതിന്റെ പെർഫോമൻസ് വൈസ് ഉള്ള കാര്യങ്ങൾ? എനിക്ക് തോന്നുന്നു 1.6 എഞ്ചിനായിരുന്നു നേരത്തെ ക്രെറ്റേസിൽ വന്നുകൊണ്ടിരുന്നത്. ഇത് 1.5 ടർബോ എഞ്ചിനാണ്. അത്യാവശ്യം നല്ല സ്പോർട്ടി ആൻഡ് അത്യാവശ്യം നല്ലൊരു അഡ്രിനലൈൻ റഷ് തരുന്നുണ്ട് വണ്ടി. മേജറായിട്ട് ഡീസലിന് കാരണം മൈലേജ് തന്നെയാണ്. ബിക്കോസ് ഞാൻ ഏറ്റവും കൂടുതൽ ലോങ് ട്രിപ്പ് പോയത്
ഏർക്കാടാണ്, സേലം ഏർക്കാട് ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ ന്യൂ ഇയറിന് അവിടെ പോയായിരുന്നു. സോ അവിടെ ചെന്നപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ഹൈവേസിലൊക്കെ നല്ല റോഡാണല്ലോ കോയമ്പത്തൂർ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 22 to 24 നമുക്ക് ഹൈവേയിൽ സ്ട്രെയിറ്റ് ലൈൻ മൈലേജ് കിട്ടി. ഏറ്റവും ലീസ്റ്റ് മൈലേജ് കിട്ടിയത് നമ്മുടെ സിറ്റി റോഡ്സിൽ തന്നെയാണ്. ഒരു 13 to 14 ആണ് നമുക്ക് സിറ്റിയിൽ മൈലേജ് കിട്ടിയത്. സിറ്റി മൈലേജ്. അതെ, ബട്ട് സ്റ്റിൽ ഐ ഫെൽ ലൈക്ക് പ്രിറ്റി ഗുഡ്. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തോന്നി. ഓക്കെ, ഈ സെയിം എഞ്ചിൻ തന്നെയാണ് ഞാൻ ഈവൻ സോണറ്റിൽ ഇപ്പോൾ ഈ സെയിം ഡീസൽ എഞ്ചിൻസ് സെയിം ആണ്. സോ എനിക്കും അറിയാം ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസും കിട്ടുന്നുണ്ട്, ഫ്യൂൽ എഫിഷ്യൻസി നല്ല രീതിയിൽ. ഞാനൊരു ഫ്യൂൽ എഫിഷ്യൻസി നോക്കി ഓടിച്ചപ്പോൾ എനിക്ക് 27 വരെ കിട്ടിയിട്ടുണ്ട്, ഒരു 50 കിലോമീറ്റേഴ്സോളം. അതായത് വലിയ ട്രാഫിക് അല്ല, നോർമൽ ഒരു ഇതിൽ 27ഓളം പുഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഈ ലോങ് അത് കുറച്ച് എഫേർട്ട് ഇട്ട് നോക്കാം. എഫേർട്ട് ഇടാതെ ഓടിച്ചു കഴിഞ്ഞാൽ 24 പ്രോ പറഞ്ഞ പോലെ എന്തായാലും കിട്ടും. അതിൽ നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസിയാണ്. ഓക്കെ, പിന്നുള്ള കാര്യങ്ങൾ വണ്ടിയുടെ പെർഫോമൻസ് വൈസ് ഒക്കെ ആണെന്ന് പറഞ്ഞു. വെരി സാറ്റിസ്ഫൈഡ്. യാത്രാസുഖം, കംഫർട്ട് വൈസ്, ഡ്രൈവറും കോ ഡ്രൈവറും അല്ലെങ്കിൽ റിയർ സീറ്റ് പാസഞ്ചേഴ്സിനെ ഞങ്ങൾ ആക്ച്വലി 4 പേരാണ് നമ്മളെന്നാ ഏർക്കാട് ട്രിപ്പ് പോയത്. ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലോട്ട് എത്തുമ്പോൾ ഈവൻ തൃശ്ശൂർ എത്തിയപ്പോൾ എവരി ഓണസ്റ്റ്ലി ഭയങ്കര കംഫർട്ടബിൾ ആണ്. അത് ഭയങ്കര സ്പേഷ്യസ് ആണ് പുതിയ ക്രെറ്റ. എനിക്ക് ഫീൽ ചെയ്താണ് പഴയ ക്രെറ്റ. ബാക്കിൽ 4 പേർക്ക് 4 പേരല്ല, അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ? അല്ല, ടോട്ടൽ 4 പേരാ പോയത്. അപ്പോൾ ഒരു 4 പീപ്പിൾ, ഐ മീൻ നടുക്കുക ആ ഒരു ഹാൻഡ് 3 പേർക്ക് കംഫർട്ട് ആണോ? 3 പേർക്ക് വെരി കംഫർട്ടബിൾ. 3 പേർക്ക് വളരെ അടിപൊളിയായിട്ട് നല്ല ഹെഡ് റൂം എല്ലാം കാര്യങ്ങളെല്ലാം നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം നമ്മുടെ ഫ്രണ്ടിലത്തെ റെയർ സീറ്റ്, ഐ മീൻ ഫ്രണ്ട് കോപ്പാസൻ സീറ്റ് പുറകിലോട്ട് ഇറക്കിയാൽ പോലും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ആ കാര്യത്തിലൊന്നും പ്രശ്നമില്ല, അത് അപ്രൂവ്ഡ് ആണ്. ലോങ് ഡ്രൈവിലുള്ള യാത്രാ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് എല്ലാ ഡിസൈൻസും അകത്തുണ്ട്. ലൈക്ക് ആ രീതിയിലാണ് ടെക്നോളജി വൈസ് ഒരു അഡ്വാൻസ്മെന്റ് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ മോഡൽ തൊട്ടേ ഇത് കൊടുത്തിട്ടുണ്ട്. അകത്ത് കയറിയാലും ഒരിക്കലും പറയില്ല ഇത് ബേസ് വേരിയന്റ് ആണെന്ന്. നമുക്ക് അകത്ത് കയറിയിട്ട് കാണിക്കാം. ഏതായാലും യാത്രാസുഖത്തിന്റെ കാര്യത്തിൽ പിന്നെ 190 mm ആണെന്ന് തോന്നുന്നു എനിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും നല്ല ലൈക്ക് നല്ല കമാൻഡിങ് ആണ് വണ്ടി. പാസ് ഐ മീൻ റൈഡറിന്റെ പൊസിഷൻ, ഐ മീൻ ഡ്രൈവറിന്റെ പൊസിഷനിൽ നല്ല കമാൻഡിങ് സ്റ്റേജിൽ നിൽക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നൊരു ഡിഫറൻസ്, നമ്മുടെ ഈ ഫ്രണ്ടിൽ ഒരു കട്ട് കണ്ടോ, ഈ കട്ട് നമ്മളെ ഡ്രൈവർ സീറ്റിന്റെ അവിടെ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ വരും. ബിക്കോസ് സ്ട്രെയിറ്റ് ലൈൻ പോണത്തല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു സ്പോട്ടി കട്ട് വരുന്നുണ്ട്. അത് കാരണം ഭയങ്കര വി ഫീൽ ലൈക്ക് ഒരു ഡിഫൻഡറൊക്കെ ഓടിക്കുന്ന വൈബില്ലേ, ആ ഒരു വൈബ് കിട്ടും. അത് നെഫ്യൂ ഓടിക്കുമ്പോൾ ഡ്രൈവർ സീറ്റ് പക്ഷേ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ്, സ്വന്തമായിട്ട് ഓരോരുത്തർ. എനിക്ക് എന്റെ വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ അത് സൂപ്പർ കാർ ആയിട്ടൊക്കെ ഞാൻ ഫീൽ ചെയ്ത് ഓടിക്കുന്ന സമയങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഞാനപ്പോൾ ആലോചിച്ചു, ഇത് ഇങ്ങനെ ഒരു ഫീൽ വരുന്ന ആലോചിച്ചപ്പോൾ ഈ ഒരു കട്ട് കണ്ടോ, ഇത് കാരണം നമുക്ക് അവിടെ നിന്ന് ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിലോട്ടേ കാണുള്ളൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യത്തിലും പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ വന്ന വഴിയിലും അത്യാവശ്യം ബമ്പി റോഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, എവിടെ വേണേലും കയറാമല്ലോ. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ഈവൻ പഞ്ചി കയറിയ പോലെ ഒരു ബലേനും ഉണ്ട്, അത് കയറിയ പോലും ഒരു കേജിന്റെ ഒരു ഫീലിംഗ് ആണ്. ഈ വണ്ടി നേരെ അങ്ങോട്ട് കയറും. ഇത് കാരണം അത്ര സ്പേഷ്യസും ഈവൻ ലൈക്ക് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ആസ് എ യൂസർ. ഓക്കെ. അതുപോലെ സസ്പെൻഷൻ, അതാണ് വേറെ അടുത്ത് അറിയേണ്ട കാര്യം. മോശം റോഡുകൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, നല്ല റോഡിലും കോർണേഴ്സിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു? കോർണറിംഗിൽ എനിക്ക് അത്ര കോൺഫിഡൻസ് വരാറില്ല, ബിക്കോസ് SUV ആയതുകൊണ്ട് അതിന്റെ ഒരു ബോക്സി ഡിസൈൻ ആണല്ലോ. സെഡാൻ ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്ക് കോർണേഴ്സിൽ കിട്ടിയിട്ടില്ല. നമ്മുടെ MC റോഡൊക്കെ പോയപ്പോൾ നമ്മൾ അത്യാവശ്യം കോൺട്ര ചെയ്ത് എടുത്താണ്. പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ റോഡിലാണെങ്കിലും അത്യാവശ്യം ബമ്പി റോഡ്സിലാണെങ്കിലും ഭയങ്കര അടിപൊളിയാണ് സസ്പെൻഷൻ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഹൈവേസിലുള്ള ബ്രിഡ്ജസ് ഒക്കെ ഇല്ല, അവിടെ ഇന്റർ കട്ട്സ് വരുമ്പോൾ നമുക്ക് നോർമൽ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീഡ്ബാക്ക് കിട്ടും റോഡ്സിൽ നിന്ന്. പക്ഷേ ഈ വണ്ടി അതുകൊണ്ട് ബെറ്റർ സസ്പെൻഷൻ. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ എടുത്തില്ലേ, ഒരു 2017 വണ്ടി 1.35 lakhs കിലോമീറ്റർ, ഇതുവരെ എൻ്റെ സസ്പെൻഷൻ മാറിയിട്ടില്ല. ഇപ്പോഴാ സെയിം കംഫർട്ടബിൾ. അതൊക്കെ മതി. അതാണ് കറക്റ്റാന്ന് പറയുമ്പോൾ സത്യം പറയുമ്പോൾ പ്രൂവൺ വണ്ടിയാണ്. റിലയബിലിറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ചിലർക്കൊരു കൺസേൺ ഉണ്ട്. സോ അതൊക്കെ ഒരു R&D എടുത്ത് വെച്ചാൽ സേഫ് ആയിരിക്കും. വാറണ്ടി എടുത്തിട്ട് ഞാൻ എക്സ്ട്രാ 1 or 2 year നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെയാണ്. ഇനി നമുക്ക് ഇന്റീരിയറിലോട്ട് കയറാം. വന്നപ്പോഴേ നല്ല വെയിലായിരുന്നു, രാവിലെ 8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഫുള്ള് വെയിലായി. ഇനി നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറിൽ കയറി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇത് മെയിൻ പബ്ലിക് മീൻസ് ഓപ്പൺ റോഡ് അല്ല കേട്ടോ, ഇതൊരു ക്ലോസ്ഡ് റോഡാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലൈനിന് പുറത്തൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുന്നത്. വണ്ടികളൊന്നും ഇല്ലാത്ത റോഡാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ആരെങ്കിലും കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡിസ്ക്ലൈമർ പോലെ പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യയിലോട്ട് കയറാം. ഓക്കെ, സോ 2024 ക്രെറ്റ ഇന്റീരിയർ ഇത് ആണ് നമ്മൾ പറഞ്ഞ ഇന്റീരിയർ.
ഇത് കണ്ടാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മോഡൽ വേരിയൻ്റ് ആണെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് ഈ ഒരു സംഭവം. അതായത് കണക്റ്റഡ് ആയിട്ടുള്ള MIDയും ഇൻഫർടൈൻമെൻറ്റും കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു സംഭവം മിസ് ചെയ്യാനാണ് പലർക്കും പറ്റാത്തത്. ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാം അല്ലേ? ബാക്കിയെല്ലാം അഡ്ജസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം ഒപ്പിച്ചു. അതെങ്ങനെ? ഇത് ആക്ച്വലി നമ്മൾ അത്യാവശ്യം നല്ല കോണ്ടാക്ട്സ് കണക്ട് ചെയ്യുന്ന ആളാണ് ആൾക്കാരായിട്ട്. അപ്പൊ നമ്മള് നമ്മുടെ എക്സിക്യൂട്ടീവ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അഖിലിന പുള്ളിയുടെ ഒരു പ്രഷ്യസ് ഉണ്ടായിരുന്നു ഞാൻ മേടിച്ചു വണ്ടി. ആര്യ പ്രഷ്യസ് ഒരു റീസെന്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഇങ്ങനെ മൂവാറ്റുപുഴയിലുണ്ടെന്ന് തോന്നുന്നു. എറണാകുളത്തോട്ടൊരു 1 month വരെ ആയിട്ടുള്ളൂ വന്നിട്ട്. സോ ലൈക്ക് അത്യാവശ്യം നല്ല ഡീൽ എനിക്ക് തന്നത്. സോ ഈ ക്രെറ്റ നമ്മൾ കമ്പനി കൊടുത്താൽ ചെയ്യുന്ന സെയിം ബ്രാൻഡ് ഉണ്ട്, ഒരു ചൈനീസ് ബ്രാൻഡാണ് ഈ ഇൻഫോർടൈൻമെന്റ് വരുന്നത്. ബ്ലോപ്പങ്ക് ഒക്കെ ചെയ്യുന്ന ബ്ലോപ്പങ്ക് അങ്ങനെ പൈന ഇഷ്ടം പോലെ സെയിം ക്രെറ്റയുടെ വീരിൽ വരുന്നുണ്ട്. പക്ഷെ അവിടെ ഇവിടെ ഒരു ബാഡ്ജിങ് വരും അവരുടെ. അപ്പൊ ബാഡ്ജിങ് വന്നൊരു UG ഫീലിംഗ് കിട്ടില്ല. സോ ഇതോടെ ലൈക്ക് എന്താണ് കമ്പനി ചെയ്യുന്ന ആ സെയിം ബ്രാൻഡ് തന്നെ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് നമ്മൾ പുറത്തുനിന്നാണ് ഇത് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിന് തന്നെ എനിക്ക് തോന്നുന്നത് 64 GB ആണ് ഇതിന്റെ ഇന്റേണൽ മെമ്മറി വരുന്നത്. എക്സ്പാൻഡബിൾ ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അതിനെ കുറിച്ച് അറിയില്ല ടെക്നിക്കലി. പക്ഷേ കാർപ്ലേ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം വേറെ ഒരു ഇഷ്യൂസ് ഇല്ല, ഹാങ് കാര്യങ്ങളൊന്നും നല്ല പെർഫോമൻസ് ഉണ്ട്. ഇൻഫർടൈൻമെന്റിന്റെ അതേ പോലെയാണ്, സെയിം ഇത് തന്നെയാണ്. എല്ലാ ഫെസിലിറ്റീസും ഇതിൽ വരുന്നുണ്ട്. പിന്നെ കാർപ്ലേ ആണ് മേജർ ആയിട്ട് വരുന്നത്. പിന്നെ കാർപ്ലേ കണക്ട് ചെയ്യുമ്പോൾ ഒരു ലാഗിങ് ഉണ്ട്. അത് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും ആ സെയിം ഒരു ഗ്ലിച്ച് വരുന്നുണ്ട്. വോയിസിൽ പ്ലേ ആകുമ്പോൾ ഒരു ചെറിയ ലാഗ് വരും. പിന്നെ ബാക്കി ഇൻഫോർടൈൻമെന്റ്സ് എല്ലാം മേജർ ആയിട്ട് ഞാൻ കാർപ്ലേ ആണെങ്കിൽ യൂസ് ചെയ്യാറ്. എത്ര കോസ്റ്റ് ആയി ഏകദേശം? ഒരു അറൗണ്ട് നമുക്ക് ഇത് മാത്രം ഓൾമോസ്റ്റ് ഒരു 30,000 to 35,000 ആയിട്ടുണ്ട്. സോ റിയർ ക്യാമറ ഇല്ലല്ലോ ഇതിന്? ഇതിന് റിയർ ക്യാമറ വണ്ടിക്ക് വരുന്നില്ല. നമ്മൾ എക്സ്ട്രാ അതുകൂടെ കൂട്ടിയിട്ടാണോ? ഇത് 360 ക്യാമറയും കോമ്പാറ്റബിൾ ആണ്. സപ്പോർട്ട് ചെയ്തില്ല പിന്നെ, കാരണം അത്രയും കോംപ്ലിക്കേഷൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. വണ്ടി ഫുൾ വയറിംഗ് കാര്യങ്ങളൊക്കെ അറിയാലോ. വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ക്യുസാറ്റ് കണ്ടില്ലേ? നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഓക്കെ, സോ അതൊന്നും ചെയ്യാൻ നോക്കിയില്ല. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇന്റീരിയറിൽ വരുത്തിയ മാറ്റങ്ങൾ? ഇന്റീരിയറിൽ വേറെ മേജർ ആയിട്ട് പിന്നെ സീറ്റ് കവേഴ്സ് ചെയ്തു. സീറ്റ് കവേഴ്സ് അത്യാവശ്യം പ്രീമിയം തന്നെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. ബ്ലാക്ക് തന്നെ വണ്ടി ആയതുകൊണ്ട് ബ്ലാക്ക് തന്നെ കൊടുത്തു. ഫുൾ അങ്ങ് ബ്ലാക്ക് ആക്കി. അതിന്റെ ത്രെഡ്സ് മാത്രം നമ്മുടെ ഇതായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളറിൽ ചെയ്തു. റെഡ് ചെയ്യണമെന്നായിരുന്നു. പിന്നെ പുള്ളി ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ നെക്സ്റ്റ് ഡേ വണ്ടി കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു റെഡ് ആക്കാൻ പറ്റുമോ? പറഞ്ഞു എടാ ഇന്നലെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് ഇനി എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് പിന്നെ അത് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. സ്റ്റിച്ചിന്റെ കളർ ബിക്കോസ് ഇവര് ഓർഡർ കൊടുത്ത് എനിക്ക് 2 ദിവസം മുമ്പ് സീറ്റ് കവർ സ്റ്റിച്ച് ചെയ്യും. അത്യാവശ്യം നല്ല പ്രീമിയം തന്നെ. പിന്നെ എയർ ബാഗ്സ് വരുന്നുണ്ട് വണ്ടിയിൽ. അപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ലൈക്ക് പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു എയർ ബാഗ് വരുന്നുണ്ട് സീറ്റിന്റെ പുറകിലായിട്ട്. സോ അത് പ്രോപ്പർ ആയിട്ട് എന്തോ ഒരു കൈൻഡ് ഓഫ് സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പൊ എക്സ്പേർട്സിന് തന്നെ കൊടുക്കുന്നത് നല്ലത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാൻ. അത് എക്സ്ട്രാ സീറ്റ് കവേഴ്സ് ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ പിന്നെ മേജർ ആയിട്ട് പിന്നെ ഒരു കൈൻഡ് പ്രീമിയം ഒരു ഇത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഒരു 7D മാറ്റ്. അപ്പൊ അതും നമ്മുടെ ബൊറോഫിൻ ചെയ്ത ഷോപ്പിൽ നിന്ന് അവര് ചെയ്ത ഒരു ഷാൻ എന്നാണ് പുള്ളിയുടെ പേര്. നമ്മുടെ ക്ലോസ് ഗേ ആണ്. മോജോ കഫേ നമ്മുടെ എടപ്പള്ളി ലുലുവിന്റെ അടുത്ത് തന്നെ അവർ ലൊക്കേറ്റ് ചെയ്തത്. ബൊറോഫിനെ ഇതായാലും അവർ തന്നെ ചെയ്ത്. പിന്നെ ലീഗലി ടിൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 50-70 അങ്ങനെ എന്തോ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ടിൻഡ് തന്നെ കൊടുത്തേക്കുന്നത്. ബിക്കോസ് ഫുൾ ടൈം രാവിലെ സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ട് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടിൻഡ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഓൾമോസ്റ്റ് ഏതൊരു അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ഹീറ്റിനാണെങ്കിലും സൺലൈറ്റിന് നല്ല UV പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഈ നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ഉണ്ടായിരുന്നില്ല, അത് ചെയ്തു. സ്റ്റിയറിംഗ് കൺട്രോൾസ് ചെയ്തോ? സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം ചെയ്തു. അത് ഷോറൂമിൽ നിന്ന് തന്നെ? ഷോറൂമിൽ നിന്നല്ല, ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത്. അത് ഇതോടൊപ്പം തന്നെ അവർ കണക്ട് ചെയ്തു. സ്പീക്കേഴ്സ് ഉണ്ടായില്ല. 4 ഡോസിലും കോആക്ഷൻ സ്പീക്കേഴ്സും കൊടുത്തു, ട്യൂട്ടേഴ്സും കൊടുത്തു. ട്യൂട്ടേഴ്സിന്റെ പൊസിഷനിങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിങ്ങനെ ഒന്ന് പൊങ്ങിക്കണോണ്ട് അതെനിക്ക് നെക്സ്റ്റ് ടൈം അത് ഒന്ന് മാറ്റണമെന്നുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. മൈക്കും ഇതിന്റെ കൂടെ തന്നെ ചെയ്തു. എനിക്ക് മേജർ ആയിട്ട് ഇതിൽ തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ബിക്കോസ് ഈവൻ ക്രെറ്റയുടെ ഫസ്റ്റ് വേരിയന്റിൽ പോലും ഒരു ഓട്ടോമാറ്റിക് ORVM മിറേഴ്സ് ഒരു റിക്വയർമെന്റ് കൊടുക്കേണ്ടതാണ്. വണ്ടിയാണ് നമ്മൾ ഇത്തരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മാത്രമേ എനിക്കൊരു മേജർ ഫോൾട്ടായിട്ട് തോന്നി.
അറ്റ്ലീസ്റ്റ് ഓട്ടോമാറ്റിക് ക്ലോസിംഗ് ഇല്ലെങ്കിലും ഒരു ഓർവിയും ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്, പിന്നെ എനിക്ക് അറിയില്ല അതിന്റെ പ്രാക്ടിക്കാലിറ്റി. അതിനുള്ള സ്പേസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അതൊന്നും നോക്കണം. അത് ആ സൈഡിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാം, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ കോഡ് പാസഞ്ചറിന്റെ നമ്മൾ എത്തിയൊക്കെ ചെയ്യേണ്ടി വരും, ഡ്രൈവിങ്ങിനെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ കൂടുതൽ ഹൈവേസിലോടുന്ന വണ്ടിയാണ് നമുക്ക് മേജർ ആയിട്ട് അങ്ങനെ ഒരു ഇത് വരുന്നില്ല. ബട്ട് സ്റ്റിൽ അതൊരു അത്യാവശ്യ ഫീച്ചർ തന്നെയാണ്. ഒരാൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വേറെ ആരും യൂസ് ചെയ്യാറില്ല. ഡെയിലി ഡ്രിവൺ ആണ് ഞാൻ തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോഴൊക്കെ നമ്മളൊന്ന് മാറി ഓടിക്കും, അത്രേ ഉള്ളൂ. ഒരു 80% ഞാൻ തന്നെ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പം പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് പറയാം അല്ലേ. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഡ്രൈവർ സീറ്റ്സ് മാത്രമേ ഉള്ളൂ, കോ പാസഞ്ചറിൽ. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ AC അല്ല വന്നിരിക്കുന്നത്. ഇതിലെനിക്ക് കുറച്ചും കൂടി ഒന്ന് ഐ മീൻ ബേസ് വേരിയന്റ് ആയതുകൊണ്ട് അതൊന്ന് എടുത്ത് കാണിക്കുന്നത് ഈ ഒരു ഏരിയ. പക്ഷെ ഈ ഒരു ഡിജിറ്റൽ MID ബേസിൽ തന്നെ അവർ കൊടുത്തത് അടിപൊളിയാണ്. MID പിന്നെ ഇതും കൂടി വരുമ്പോ ആരും ഇതിലോട്ട് ശ്രദ്ധിക്കൂല, ബേസ് അല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അവര് റിയറിൽ നല്ലൊരു ആഡ് ഓൺ ഫീച്ചർ കൊടുത്തു. അവിടെ 2 ചാർജിംഗ് പോർട്ട്സും പിന്നെ റിയർ AC ഉണ്ട്. റിയർ AC കൊടുത്തിട്ടുണ്ട്. ചാർജിംഗ് പോസ്റ്റ് ടൈപ്പ് സി ആണെന്ന് തോന്നുന്നു. ടൈപ്പ് സി എല്ലാം ടൈപ്പ് സി. ഓക്കെ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 പേരിരുന്ന ഒരു ലോങ് ട്രിപ്പ് പോവാണെങ്കിൽ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര സൂത്തിങ് ആണ്. ഇത് എക്സ്ട്രാ ചെയ്തല്ലോ. ഇല്ല, ഇതെല്ലാം സ്റ്റോറേജ് നല്ല സ്റ്റോറേജ് ഉണ്ട് ഇതിൽ. പിന്നെ മേജർ ആണെങ്കിൽ തോന്നി ഫോൾഡർ രാത്രിയൊക്കെ നമ്മൾ എന്തെങ്കിലും ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഒരു ശരിക്കും ഫുൾ ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ലൈറ്റ്സും സൺഷെയ്ഡ് ഹോൾഡേഴ്സ് അത് ബേസിലില്ല. പക്ഷെ ഇതെല്ലാം ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാം. പിന്നെ ഞാൻ അങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്യണ്ടെന്ന് വെച്ചു. അപ്പം ഇവിടെ ഇല്ല, ലൈറ്റ് കൊടുത്തിട്ടില്ല, ഇനി വരാൻ ബാക്കിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതൊരു പ്രശ്നമായിട്ട്, അതൊരു മേജർ പ്രശ്നമാണ്. അതൊക്കെ ബേസിക് നീഡ്സ് ആണ്. ഇതും ഓവർവ്യൂവും ബേസിക് നീഡ്സ് ആണ്. അതൊരു ചെയ്ത് തരണ്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ആഫ്റ്റർ മാർക്കറ്റ് ഉണ്ട്, ഇതെല്ലാം ചെയ്യും. ഞാൻ നമ്മൾ ആദ്യം വീഡിയോ എടുക്കുമ്പോൾ എന്ത് മോഡിഫൈ ചെയ്യാൻ നോക്കുമ്പോൾ നേരെ കാണുന്ന ഡൽഹി വീഡിയോസ് ആണല്ലോ, പെരോൾ ബാക്ക് ആ വീഡിയോസ് ആണ്. അവിടെ ലൈക്ക് ഫുൾ കാര്യങ്ങൾ അവർ ചെയ്തു തരും. അപ്പൊ അവിടെയൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, കൊച്ചിയിലായാലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് അതിൽ അത്ര കോൺഫിഡൻസ് തോന്നിയില്ല. മൊത്തത്തിൽ വയറിങ് മാറ്റുന്നതിലല്ലേ, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഓക്കെ ഇപ്പൊ സ്റ്റീരിയോ ഐ മീൻ ലൈക്ക് എൻഫോർടൈൻമെന്റ് റിവേഴ്സ് ക്യാം ഒക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, ബേസിക് കാര്യങ്ങളാണ്. മറ്റേതൊക്കെ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ചെയ്ത പ്രശ്നമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ഇപ്പൊ എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആണ്, ക്രിംസ് അങ്ങനെ ഒന്നും വരുന്നില്ല. അപ്പൊ സേഫ് ആയിരിക്കാം. പക്ഷെ ഓക്കെയാണ്, ഞാൻ ഇതിനോട് യൂസ് ടു അഡാപ്റ്റ് ചെയ്ത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല. ഓക്കെ, സോ വേറെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളൊരു ബേസ് വേരിയന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു MID, നല്ലൊരു ടോപ്പ് വേരിയന്റിന്റെ പോലത്തെ ഒരു MID നിങ്ങൾക്ക് കിട്ടും. അതുപോലെ 6 എയർ ബാഗ്സ് നിങ്ങൾക്ക് കിട്ടും, റിയർ AC കിട്ടും, 2 ടൈപ്പ് C ചാർജിങ് പോർട്ടൊക്കെ സാധ്യതയുള്ള റിയർ AC ആ ഒരു പാനൽ ഉണ്ടാവും. പിന്നെ 190mm ഗ്രൗണ്ട് ക്ലിയറൻസ്, വണ്ടിയുടെ മറ്റു കാര്യങ്ങളും. ലെസ് ദാൻ 60 lakhsന് ഇതൊരു വർത്ത് SUV തന്നെയാണ്. ഓക്കെ, 6-15 lakhs റേഞ്ചിൽ എടുക്കാൻ പറ്റിയവർക്ക് വേറെ ഓപ്ഷൻസ് എന്തൊക്കെയാണുള്ളത്? ഒന്നുകിൽ ഇതിന്റെ താഴെയുള്ള സെഗ്മെന്റിനെ ടോപ്പ് വേരിയന്റിലോട്ട് പോവുക, അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാര, അല്ലെങ്കിൽ ഇതൊക്കെയാണ്. പക്ഷേ ഡീസൽ ഓപ്ഷൻസ് അവൈലബിൾ ഉള്ളത് ഇതൊക്കെ പറ്റുള്ളൂ. ഓക്കെ, സോ വണ്ടിയുടെ മറ്റ് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിനകത്ത് നെഗറ്റീവ്സ് വേറെ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളല്ല നെഗറ്റീവ് പറയാനുള്ളത്. മേജറായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് നെഗറ്റീവ് ആയിട്ട് തോന്നി. അത് ആ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ അടുത്ത വേരിയന്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഫീച്ചേഴ്സ് എല്ലാം കിട്ടും. അതൊരു നെഗറ്റീവ് അല്ല, അല്ല മീൻസ് ഇതൊക്കെ നെഗറ്റീവ് ആണ്. ഏത് ഓർവിയുമിന്റെയും അല്ലെങ്കിൽ ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിരുന്നു. ഓക്കെ, പിന്നെ സർവീസ് കോസ്റ്റ് ആണ് അറിയേണ്ടത്. ഒരു 5000 കിലോമീറ്റർ സർവീസ് ആയിട്ടില്ല എങ്കിലും സർവീസ് കോസ്റ്റ് എക്സ്പെക്ടിങ് എത്രയാണ്? നമ്മൾ ഫസ്റ്റ് സർവീസിൽ അണ്ടർബോഡി ചെയ്തായിരുന്നു, അണ്ടർബോഡിയും സൈലൻസർ ഒക്കെ ചെയ്തായിരുന്നു. സോ അതിന് എനിക്ക് ഫസ്റ്റ് സർവീസിന് വേറെ സർവീസ് കോസ്റ്റ് ഒന്നുമില്ല, ഫ്രീ ആയിരുന്നു. ഇങ്ങനെ 1000 കിലോമീറ്റേഴ്സിലായിരുന്നു ഫസ്റ്റ് സർവീസ്, ചെക്കപ്പ് ഉണ്ട്. സോ അതിന് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 3500-4000 റുപ്പീസ് അണ്ടർബോഡി കോട്ടിങ് എല്ലാം കൂടി ഉൾപ്പെടെ. ഡൗൺ ദ ലൈൻ ഞാൻ കാണുന്നത് ഒരു ലെസ് ദാൻ 10,000 സർവീസ് വരുള്ളൂ. ഈവൻ ഫിൽറ്റേഴ്സും ഓയിൽ ചേഞ്ച് എല്ലാം കഴിഞ്ഞ് ലെസ് ദാൻ 10,000, 5 to 10 ഇൻ ബിറ്റ്വീനിൽ വരും. നമ്മുടെ പഴയ ക്രെറ്റയ്ക്ക് വരുന്ന ഓൾമോസ്റ്റ് ഒരു 6,500-7,000 റുപ്പീസ് ആണ്. അപ്പൊ ആ റേഞ്ച് തന്നെയാണ് ഇതിനും എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ കൊടുത്തിട്ടില്ല, ഈ പറഞ്ഞല്ലോ 6,000 ആയി, 1.5 മാസമേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ അടുത്ത മാസം കൊടുക്കുമായിരിക്കും. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ലോങ് ഡ്രൈവിൽ ഒരു റിയൽ പെർഫോമർ ആണ്. ബിക്കോസ് എനിക്ക് കാലിക്കറ്റ് ഇപ്പൊ 2 years തന്നെ എനിക്ക് തോന്നുന്നു റോഡ് ആവുന്നതാണ്. 1.5-2 yearsനുള്ള എന്തായാലും ആവും, കംപ്ലീറ്റ് ആവും.
പക്ഷെ കോയമ്പത്തൂർ ആ റൂട്ട് ഇസ് റിയലി ഗുഡ്. പാലക്കാട് സ്ട്രെച്ച് ഭയങ്കര അതെ, എന്നോട് ആരെങ്കിലും പാലക്കാട് പോകാൻ പറഞ്ഞാൽ അപ്പൊ തന്നെ ഇറങ്ങിപ്പോ. എനിക്ക് അത്ര ഇഷ്ടമാണ് റോഡ്, ഓടിക്കാൻ മടുപ്പൊട്ടുമില്ല. ഇല്ല കറക്റ്റ്. അതിൽ എനിക്ക് നല്ലൊരു ഹൈവേ എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ കറക്റ്റ് തന്നിട്ടോ. യൂസർ ഞാൻ എന്തായാലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് കമ്പനി സൈഡിൽ നിന്ന് എനിക്ക് ബുക്ക് ചെയ്തിട്ട് ആക്ച്വലി അവര് നല്ല സപ്പോർട്ടീവ് ആണ്. എനിക്ക് ഇത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ആരും കിട്ടിയിട്ടുണ്ടാവില്ല. 4 days കൊണ്ട് ഡെലിവറി. ഓ അത് ശരി. TP എല്ലാം റെഡിയാക്കി എല്ലാം 4 days പെട്ടെന്ന് കിട്ടി. നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം. നമ്പർ ഞാൻ നോക്കി 2-3 വണ്ടികളുണ്ടല്ലോ ഇല്ലേ? അപ്പം നമ്പർ ഫാൻസി നമ്പറിലോട്ടൊന്നും പോയില്ലേ? ആക്ച്വലി ഫാൻസി നമ്പർ ആണ്, ഞങ്ങളുടെ ലക്കി നമ്പർ ആണ്. ബിക്കോസ് 2235 ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആകെ ഒരു 2 ഫോൺ നമ്പേഴ്സാണ് 2235 എടുത്തത്. ഫൈനലി എൻഡ് ചെയ്യണത്. ഓൾമോസ്റ്റ് ഇപ്പൊ നോക്കുമ്പോൾ ഒരു 35+ ഫോൺ നമ്പേഴ്സ് 2235 ഉണ്ട്. അപ്പൊ നമ്മുടെ പഞ്ചാണെങ്കിലും ക്രെറ്റ ആണെങ്കിലും എല്ലാത്തിന്റെയും വെഹിക്കിൾ നമ്പർ 2235 തന്നെയാണ്. അത് ശരി. അപ്പൊ അത് ഫാൻസി നമ്പർ തന്നെ ആയിരുന്നു. അതെ, അപ്പൊ 2235 കൊണ്ട് ആ ഒരു 3000 റുപ്പീസ് സ്പെൻഡ് ചെയ്താൽ ആരും അങ്ങനെ 2235 എടുക്കില്ല, ഫോക്കസ് ചെയ്യത്തില്ല. പിന്നെ ഇപ്പൊ 6 months ഉണ്ട്. അപ്പൊ ഒരു സീരീസ് മാറി കഴിഞ്ഞാൽ നമുക്ക് നമ്പർ കിട്ടും എന്തായാലും. ഓപ്ഷൻ ഒന്നും വരാതിരിക്കും. നമ്മുടെ ഒരു ഐഡന്റിറ്റി വേണമല്ലോ. സോ ഇതുകൊണ്ട് 2235 തന്നെ ചൂസ് ചെയ്യാന്ന് വെച്ചു. ഇവൻ എന്റെ ഫോൺ നമ്പർ പോലും അവസാനം എൻഡ് ചെയ്യുന്നത് 2235 ഓ അത് ശരി. അപ്പൊ അതൊരു ഫാൻസി നമ്പർ തന്നെയാണ്. അതൊക്കെയാണ്. അപ്പൊ ഒരു ഡെയിലി പർപ്പസ്, ഡെയിലി യൂട്ടിലിറ്റി വർക്കുകളായിട്ട് ക്രെറ്റ ഡീസലിനെ സജസ്റ്റ് ചെയ്യുമോ അതോ എങ്ങനെയാണ് പറയാൻ? എനിക്ക് ഇനിഷ്യലി എടുത്തപ്പോഴൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് ആ ഒരു സ്പേസിങ്ങും വണ്ടിയുടെ ഒരു ഡിസ്റ്റൻസും നമുക്ക് അറിയില്ലായിരുന്നല്ലോ. പക്ഷെ ഒരു 3 days കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കമ്പാറ്റബിൾ ആയി വണ്ടിയായിട്ട്. കാരണം ഈവൻ നമ്മൾ ബലേനോ എങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടോ പഞ്ച് യൂസ് ചെയ്യുന്നത് ആ സെയിം ടേണിംഗ് റേഡിയസിലും ആ സെയിം റൂട്ട്സിലൊക്കെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഇത് ഓടിക്കാൻ പറ്റും. ഇപ്പൊ നല്ല കമാൻഡിങ് ആയി വണ്ടി. അപ്പൊ ഈവൻ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ഏത് റോഡിൽ പോയാലും നമുക്ക് അവർക്ക് പോവാന്നുള്ളൊരു കോൺഫിഡൻസും കിട്ടി വണ്ടി. ആ ഒരു SUV-യുടെ ഒരു ഇനിഷ്യൽ ആ ഒരു ഇതുണ്ടായി. ബിക്കോസ് ആ 3 days ഫസ്റ്റ് 3 days അങ്ങനെ ആയിരിക്കുമല്ലോ. ബലെനോയിൽ നിന്നും പഞ്ചിൽ നിന്നും ഒക്കെ പഞ്ച് പിന്നെ എടുത്ത്. പക്ഷെ ഇപ്പൊ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇപ്പൊ ഭയങ്കര കോൺഫിഡൻസ് ആണ് വണ്ടി ഓടിക്കാനും. ഞാൻ എല്ലാ ലൈക്ക് ഏത് വഴി പോകാണെങ്കിലും ഐ എം വെരി കോൺഫിഡന്റ്. ലോങ് പോകാനും ഷോർട്ട് പോകാനും എല്ലാം. അതെ അതെ, സിറ്റി ഡ്രൈവ് ആണ്. ബിക്കോസ് ഞാൻ താമസിക്കുന്ന കളമശ്ശേരിയിലാണ്. നമ്മൾ ഡെയിലി ഇറങ്ങുന്ന സിറ്റിയിലോട്ട് തന്നെയാണ്. വോക്സാല എടപ്പള്ളി അങ്ങനെ ഒരു സിറ്റിയുടെ അകത്ത് തന്നെയാണ് കൂടുതൽ വർക്ക്സ് വരുന്നത്. ഇപ്പൊ റെസിഡൻഷ്യൽ വർക്ക്സ് ആണെങ്കിലും അറിയാലോ എല്ലാ റോഡ്സും ഒരുപോലെ ആയിരിക്കും. ചില ഗലി റോഡ്സ് ഒക്കെ ഉണ്ടാവും. സോ അതെല്ലാം കംഫർട്ടബിൾ ആണ് നമുക്ക്. ആ ഒരു ഇഷ്യൂ ഒന്നുമില്ല. സിറ്റി ഡ്രൈവിംഗ് കാർ തന്നെയാണ്, ഡെയിലി ഡ്രൈവിംഗ് കാർ തന്നെയാണ് ക്രെറ്റ. പിന്നെ ഇഷ്ടംപോലെ ക്രെറ്റ ഞാൻ ഇപ്പൊ കാണുന്നുണ്ട് കുറെ. ബിക്കോസ് ആ ഒരു റേഞ്ചിൽ എനിക്ക് തോന്നുന്നു കുറെ പേര് ഈ ഒരു വണ്ടി ചൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു എസ്തെറ്റിക് അപ്പിയറൻസ് ആണെങ്കിലും പുറത്ത് നല്ലൊരു വലിയ വണ്ടി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു നല്ലൊരു സെഗ്മെന്റ് വണ്ടി കിട്ടുന്ന ഒരു നല്ലൊരു ഡീൽ തന്നെയായിരിക്കും. അവരുടെ ഇലക്ട്രിക് കാറും ഇലക്ട്രിക് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. ബിലോ 20 lakhs അതും അത്യാവശ്യം നല്ലൊരു പർച്ചേസ്. എന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടോ? ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ, അതിനകത്ത് അത്യാവശ്യം ഫുഡ് വ്ളോഗിങ്ങും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതും ഒന്ന് കാണാം. ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ അപ്പം അതൊക്കെ അല്ലേ കാര്യങ്ങൾ. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ക്രെറ്റയുടെ യൂസർ എക്സ്പീരിയൻസ് കഴിഞ്ഞു. ഏകദേശം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഒരു ലോങ് ടേം റിവ്യൂസ് ഒക്കെ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ക്രെറ്റ പെട്രോളിന്റെ റിവ്യൂ നമുക്ക് ചെയ്യാം. ഏതായാലും താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു നിഫി. നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ആക്ച്വലി വേറൊരു യൂസർ എക്സ്പീരിയൻസിൽ കണക്ട് ചെയ്തതാണ്ടോ? വണ്ടി വരുമോ അല്ലെ? സർപ്രൈസ് ആണ്. അതെ സർപ്രൈസ് ആണ്. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നെ വഴിയെ പറയാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽസിൽ യൂസർ എക്സ്പീരിയൻസസ് ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ വീണ്ടും വരുന്നതായിരിക്കും. സോ അതൊക്കെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.